ഇനി LDFന്റെ മറ്റൊരു ഘടക കക്ഷിയായ NCP മത്സരിച്ച് ജയിച്ചു വരുന്ന എലത്തൂരിലേക്ക് നമ്മൾ കോഴിക്കോടേക്ക് പോകും. മത്സരിച്ച് ജയിച്ചു വരുന്നു. പക്ഷേ CPMന്റെ ഇടതുപക്ഷത്തിന്റെ നമ്പർ 1 സീറ്റാണ് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ശക്തമായ CPM അല്ലെങ്കിൽ ഇടത് സീറ്റാണ് എലത്തൂരിലെ AK ശശീന്ദ്രന്റെ മന്ത്രി കൂടിയായ AK ശശീന്ദ്രന്റെ മാർക്ക് ആദ്യം 61.43 ശരാശരിക്ക് മുകളിൽ ഫസ്റ്റ് ക്ലാസ്. മറ്റു ചില MLA-മാരുടെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും പ്രായമുണ്ട്, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ട്. പക്ഷേ എന്നാൽ ഇത് അത്ര മോശം ഒരു മാർക്കാണെന്ന് പറയാൻ പറ്റില്ല. എലത്തൂർ രാഷ്ട്രീയമായിട്ടുള്ള വോട്ട് കൂടി ഇത് അല്ലെങ്കിൽ മണ്ഡലത്തിന്റെ സ്വഭാവം ഒരു കടുത്ത ഇടത് പശ്ചാത്തലമുള്ള മണ്ഡലം. മറ്റൊരു ഒരുപക്ഷെ MLA ഈ ഒരു മണ്ഡലത്തിലാണ് ചിലപ്പോൾ 77. തളിപ്പറമ്പിൽ നമ്മൾ ഗോവിന്ദ മാഷ് പറഞ്ഞില്ല, അപ്പൊ അദ്ദേഹം 73ലേക്ക് എത്തുന്നു. AK ശശീന്ദ്രൻ എലത്തൂർ 61 പറയുമ്പോൾ കുറവാണ്. എലത്തൂരെ സംബന്ധിച്ച് നോക്കുമ്പോൾ മറ്റ് രാഷ്ട്രീയ ചോദ്യങ്ങളോട് ഈ മണ്ഡലം പ്രതികരിച്ചത് വലിയ രീതിയിൽ LDFന് അനുകൂലമായിട്ട്. MLA അത്ര വലിയ AK ശശീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സീറ്റ് ഏറ്റെടുക്കാമെന്ന് CPM ചെറുതായിട്ടെങ്കിലും സൂചിപ്പിക്കുന്നുണ്ട്, പേടിപ്പിക്കാനായിരിക്കും ചിലപ്പോ. എന്തായാലും നമുക്കിനിപ്പോ എലത്തൂരിൽ ഒരു അട്ടിമറി നടക്കുമോ? എലത്തൂര് എന്താണ് കാത്തുവെച്ചിരിക്കുന്നത്? എലത്തൂര് മറിയുമോ? വരട്ടെ മറിയുമോ? ഇല്ല. 52.69 LDF, 36.86 UDF, NDA 10.45, 15% മേൽക്കൈ. അതിനിരിക്കുന്നു. MLA-യുടെ പെർഫോമൻസിന് അപ്പുറത്തൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള മേൽക്കൈയാണ്, രാഷ്ട്രീയമായ മേൽക്കൈയാണ്. ചില മണ്ഡലങ്ങൾ ഡീലിമിറ്റേഷൻ ശേഷം നമുക്കൊരു 10-60 മണ്ഡലങ്ങൾ പറയാമല്ലോ, ഇവിടെ ഉറപ്പായിട്ട് ഇന്ന മുന്നണി ജയിക്കാൻ സാധിക്കും. അത്തരത്തിൽ ഡീലിമിറ്റേഷന്റെ ഭാഗമായിട്ട് LDF കോഴിക്കോട് ജില്ലയിൽ ആദ്യം ജയിച്ചു വരാൻ പറ്റുന്ന മണ്ഡലങ്ങൾ ഒന്നാണ്. 15.83 എലത്തൂരില് കാര്യമായ അത്ഭുതങ്ങളൊന്നുമില്ല. LDFന് അനായാസം വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ്. നേരത്തെ അഖിൽ സൂചിപ്പിച്ചതുപോലെ എലത്തൂർ അവിടെ പ്രത്യേകിച്ച് സർപ്രൈസ് ഒന്നും ഉണ്ടാവുന്നില്ല. LDF മണ്ഡലം നിലനിർത്തും എന്നുള്ളതാണ് ആശ്വാസമാണ്. AK ശശീന്ദ്രനെ സംബന്ധിച്ച് മത്സരിക്കാനുള്ള ഒരു ആശ്വാസമാണ്. പക്ഷേ ആ പാർട്ടിക്കകത്ത് അത് സമ്മതിക്കുമോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.